പോപ്പിനെ ശക്തമായ രീതിയിലാണ് എതിർത്തിരുന്നത്. അപ്പോൾ ചോദ്യമുണ്ടായി, എന്തുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇത്രമാത്രം പോപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇമോജി ഇട്ടത്? നിങ്ങളത് ഈ BBC-യുടെ അറബിക്കും BBC-യുടെ ഇംഗ്ലീഷിലും പോപ്പിന്റെ മരിച്ചതിന്റെ താഴെയുള്ള ഇമോജികൾ എടുത്തു നോക്കുക. ഏകദേശം 10,000, അറബിക്കിലാണെങ്കിൽ ഏകദേശം 20,000 ഇമോജികളാണ്. സന്തോഷം, വളരെ വളരെ സന്തോഷത്തിലാണ് ഇസ്ലാമിക ലോകം എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പൊ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് എടാ പൂക്കുറ്റി വേണം മാത്യൂസേ, നിനക്ക് എന്ത് കിട്ടുന്നടാ? എടാ ഈ പറഞ്ഞ ക്രിസ്ത്യനും മുസ്ലിമിനെ അല്ലെങ്കിൽ മുസ്ലിമിനെ ഹിന്ദുക്കളെയും തമ്മിലടുപ്പിച്ചിട്ട് നിന്റെ വായിൽ അതിൻ്റെ അണ്ണാക്കിലേക്ക് തീട്ടം വാരി തരുന്നുണ്ട് ആരെങ്കിലും? നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇത്ര ചെറ്റ വർത്താനം പറഞ്ഞിട്ട് ഈ ആൾക്കാർ തമ്മിലടിച്ചിട്ട് അവരുടെ ചോര കുടിച്ച് ജീവിക്കാൻ. സത്യം പറ, നീ കെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പെണ്ണും നിനക്ക് മക്കളുണ്ടെങ്കിൽ ഇതൊക്കെ ചോര തൂറി മരിക്കേണ്ട അവസ്ഥ വരും. ഈ വക ചെറ്റ വർത്താനങ്ങൾ അല്ലെങ്കിൽ ഇമ്മാതിരി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. പൊന്നു മാത്യൂസ്, നീ ഒന്ന് ആലോചിച്ചോ? വാണക്കുറ്റി മാത്യൂസ്, നീ ആലോചിച്ചോ? നീ ഈ വക ചെറ്റത്തരം എന്തിനു പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഈ ആൾക്കാരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നീ കണ്ടോ? നീ എപ്പോഴെങ്കിലും നിന്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നീ എന്തെങ്കിലും പ്രൂഫ് സൈഡ് കൊണ്ടിടാറുണ്ടോ? ഇല്ലല്ലോ. നീ നിൻ്റെതായിട്ടുള്ള സ്ക്രിപ്റ്റ് പറഞ്ഞ ആൾക്കാരെ കുറേ സംഖ്യവാണങ്ങളെ സുഖിപ്പിച്ചിട്ട് അവന്മാരെ ആസനം നക്കി അവന്മാരെ തീട്ടം തന്ന് ജീവിക്കുന്ന ഒരു പൂക്കുറ്റി വാണല്ലടാ നീ എന്നെ ആലോചിച്ച് നോക്കി. നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ നോക്കി. നീ പറഞ്ഞ പോലെ ഞാൻ രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാനും ഇത് എടുത്ത് നോക്കിയത്. നീ പറഞ്ഞ BBC അറബിക്കിലും BBC ഇംഗ്ലീഷിലും ഒക്കെ ഞാൻ നോക്കി. ഈ പറഞ്ഞതിലൊക്കെ ഈ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ വാർത്തകളിലൊക്കെ ആകെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ വാർത്തകളുടെ മൊത്തം നീ പറഞ്ഞ ഇമോജി ഇടുന്നത് നമ്മൾ ഫേസ്ബുക്കിലേക്കാണല്ലോ ഇമോജി ഇടാറ്. മൊത്തം ഇമോജി എടുക്കുന്ന വീഡിയോസ് മൊത്തം എടുത്താൽ ഈ സൈഡിൽ സ്ക്രോൾ ചെയ്ത് നീ കാണ്. BBC അറബിക്കിലുള്ള വന്നിട്ടുള്ള ന്യൂസാണിത്. അതിലാകെ നീ പറഞ്ഞ 20,000 ഇമോജികൾ മുസ്ലിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ഇമോജികൾ ആകെ 10, 300, 400 ഇമോജികൾ അതിനൊക്കെ വന്നിട്ടുള്ളത് ടോട്ടലി നീ പറഞ്ഞ 20,000-ന്റെ കണക്കിൽ. അതിൽ തന്നെ കുറേ പേര് കരഞ്ഞുകൊണ്ടും കുറേ പേര് ഇല്ലാണ്ടി ഒക്കെ മെസ്സേജ് അല്ലെങ്കിൽ ഇമോജികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലുള്ളത് വെറും 10, 20, 30 ഇമോജികൾ വന്നിട്ടുണ്ട്. പല തീവ്ര ഇസ്ലാമിക അല്ലെങ്കിൽ ചിന്തകളുള്ള ചെറ്റകളിട്ടുള്ള കുറച്ച് ഇമോജികൾ. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്ത്യാനികളിട്ട ഇമോജികളും അല്ലെങ്കിൽ സംഘികളിട്ട ഇമോജികളും ഒക്കെ ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അല്ലെങ്കിൽ പുള്ളി മരിച്ചതിൽ സന്തോഷം കാണുന്ന കുറേ വെറും വിരലിലുണ്ടാവുന്ന വെറും 100 താഴെയുള്ള ഇമോജികളാണ് വന്നത്. നിനക്ക് എവിടെ നിന്ന് കിട്ടടാ 20,000-ന്റെ കണക്ക്? നിന്റെ അമ്മ അല്ലെങ്കിൽ നിന്റെ അച്ചി പെറ്റ കണക്കാണോ നിന്റെ 20,000 കണക്ക് പറഞ്ഞ? നീ വെറുതെ ഇങ്ങനെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ചെയ്യലടാ പൂക്കുറ്റി വേണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വക പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കും. പിന്നെ നീ പറഞ്ഞു BBC ഇംഗ്ലീഷിൻ്റെ സൈഡ് ഇതാ കണ്ടോ? ഇവിടെ നീ എവിടെ കണ്ട് 10,000 കണക്കിൽ ഇമോജി? ആകെ വന്നത് വെറും തുച്ഛമായിട്ടുള്ള ഇമോജികളാണ്. ആ ഇമോജികളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നീ പറഞ്ഞ പോലെ കൈയടിച്ചിട്ട് ഇമോജിട്ട ആൾക്കാരിൽ എത്തുന്ന ക്രിസ്ത്യാനികളടാ. സ്ക്രോൾ ചെയ്ത് കണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാ, മുസ്ലിങ്ങളല്ല. അത് 100 താഴെയുള്ള ഇമോജികൾ മാത്രം. പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടി 10,000-ന്റെ കണക്കതിൽ? ഈ ഇല്ലാത്ത കണക്ക് പറഞ്ഞ് നിനക്ക് എന്ത് സുഖമാടാ കിട്ടുന്നത്? നിന്റെ സാധനം പൊങ്ങുന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് നോക്ക്. അല്ല, അത് പൊക്കാനുള്ള വല്ല കയറും കെട്ടിത്തൂക്കിയിട്ട് അതിന് വല്ല പരിപാടി നോക്കുക. അല്ല, ഇമ്മാതിരി ചെറ്റ വർത്താനല്ല ഇമ്മാതിരി ചാനലിൽ വന്നിരുന്ന് പറയേണ്ടട മലവാണമേ. പിന്നെ നമ്മുടെ നാട്ടിൽ നീ കാണാതെ പോയിട്ടുള്ളതായിരിക്കും, കൂസാന്നും പറഞ്ഞിട്ട് നീ തലയിൽ വെച്ച് നടക്കുന്ന ഒരു തീവ്ര ക്രിസ്ത്യൻ സംഘടന, അങ്ങനെ തന്നെ പറയണം, തീവ്ര സംഘടന. അവന്മാർ ഇന്നലെ പോസ്റ്റ് ഇട്ടുണ്ട്. ആ പോസ്റ്റിന് താഴത്ത് വന്നതാ കണ്ടോ ഇമോജി? ഇതിൽ വന്നിട്ടുണ്ടടാ നീ പറഞ്ഞ ക്രിസ്ത്യാനികൾ എന്നല്ല, തീവ്ര ക്രിസ്ത്യാനികൾ മാർപ്പാപ്പ മരിച്ചതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചിരിച്ചിട്ടുള്ള ഇമോജികളാണ് നീ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ലവ് ഇട്ടത് ഒരു മഹാസംഖ്യയായിട്ടുള്ള ഒരു പരമനാറി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നീ കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞ മൊത്തം വീഡിയോസിൻ്റെ താഴത്ത് RIP വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇമോജികളും കമൻറ്റുകളും ഇട്ട്. എന്തേ നീ ഇതൊന്നും കാണുന്നില്ലേ വാണക്കുറ്റിയെ? നിനക്ക് ഈ നാട്ടിലെ നീ തെഹൽക്കയിലെ കക്കൂസ് കഴിയുന്ന പണി വല്ലതായിരുന്നോ നിനക്ക്? അറിയാത്തോണ്ട് ചോദിക്കുക. നീ തെഹൽക്കയിലും നാരദ ന്യൂസിലൊക്കെ നിനക്ക് അവിടുത്തെ കക്കൂസിലെ ക്ലോസറ്റ് കഴിയുന്ന പണിയായിരുന്നു. കാരണം ഇപ്പം നീ തിന്നുന്നത് തീട്ടമാണ്. അതുകൊണ്ട് അന്ന് മുതലേ അവിടുത്തെ വലിയ മറ്റതാണ് കൊണാണ്ട്ര എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കക്കൂസ് കഴുകി ആ തീട്ടം കഴിച്ചിട്ടുള്ള ആ എഫക്റ്റാണോ നീ ഇപ്പം ഈ കേരളത്തിൽ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ മലയാളി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ചിട്ട് തീട്ടം തോന്നുന്ന സുഖമാണോ നിനക്ക് കിട്ടുന്നത്?
എടാ നിന്റെ മക്കളൊക്കെ തീട്ടം തൂറി എടാ ചോര തൂറി ചാവൂടാ ഇങ്ങനെയാണെങ്കിൽ. നീയും വയസ്സാം കാലത്ത് അപ്പോൾ ഓൾറെഡി നിനക്ക് ഇത്രയും അത്തിമുത്തിയായി, ചാവാൻ കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് നിരകിച്ച് ചാവുന്ന ഒരു അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. അതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. വാണത്തരം പറയാം, ചെറ്റത്തരം പറയാണ്ടിരിക്കും.